ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും വന്ന എല്ലാവരും ടയേർഡായി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്താണെങ്കിൽ വേദ കമലയെ വിളിച്ച് പറയും, അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം, തെറ്റായിട്ട് എടുക്കാൻ പാടില്ല. അച്ഛമ്മ എനിക്ക് സ്നേഹത്തോടെ തന്ന മാലയാണിത്, ഇതെനിക്ക് വേണ്ടമ്മേ. ഇതെന്തിനാ മോളെ എനിക്ക്? അച്ഛമ്മ നിനക്കല്ലേ അത് തന്നത്, എനിക്കിതിൻ്റെ ആവശ്യമില്ല അമ്മേ. ഇവിടുത്തെ മൂത്ത 2 മരുമക്കൾക്ക് കിട്ടാത്ത ഒരു പരിഗണനയും എനിക്കും വേണ്ടമ്മേ. അച്ഛമ്മ പഴയ ആളാണ്, അച്ഛമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമല്ലോ എന്നും പറഞ്ഞ് ആ മാല കമലയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വേദ വിക്രമിന്റെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെ വെച്ചിട്ടും വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് വരുന്ന വേദയെ വിക്രം അവിടെ കിടക്കണ്ട എന്ന് പറയാണ്. എങ്കിൽ ഞാനത് മുത്തശ്ശിയോട് പറയുമെന്ന് പറഞ്ഞിട്ട് വേദ മുത്തശ്ശിക്ക് കോൾ ചെയ്യുന്ന സമയത്ത്, നീ എന്തിനാ ഇപ്പൊ ആ മുതുക്കിയെ വിളിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ വിക്രം. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ, ആരാടാ മുതുക്കി, മുട്ടാളാ എന്ന് ചോദിക്കാട്ടോ. അതിനുശേഷം വിക്രത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് നമ്മുടെ വേദ. അപ്പൊ കമലയോട് പറയുന്നുണ്ട്, അമ്മേ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോണം, അതിന് വിക്രമും കൂടെ വേണം എന്ന് പറയുമ്പോഴേക്കും, ഓ നിന്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുള്ള പുണ്യൊന്നും എനിക്ക് വേണ്ടാന്ന് പറയണേ. അപ്പോഴേക്കും കമല, നീ ഒന്ന് നിർത്തുന്നുണ്ടോ വിക്രം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമല പറഞ്ഞിട്ടാണെങ്കിലും വിക്രം വേദയും കൂട്ടിയിട്ട് പോവാണ് അമ്പലത്തിലോട്ട്. ആ സമയം വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അവിടെ വെച്ച് അറിയാവുന്ന വഴികളിലൂടെ നമ്മുടെ വേദ വിക്രത്തെ പുറത്തിറക്കുന്നുണ്ട്. എന്നിട്ട് ചൂടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലേക്കുള്ള വരവ്. അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് എതിർക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് എതിരിട്ട് വിക്രം സംസാരിക്കുകയാണ് ഉണ്ടാവുന്നത്. ജയിച്ചവർക്ക് 100 അവകാശികളാ, പക്ഷെ തോറ്റവർക്ക് അവർ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും എന്ന് പറയാണേ വിക്രം. അന്ന് ആദ്യമായിട്ട് വിക്രം അച്ഛനെ വഴക്ക് പറഞ്ഞപ്പോൾ അത് സഹിക്കാനാവാതെ നമ്മുടെ സുധാകരൻ മാഷാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ഒരേ കരച്ചിലാണ് കേട്ടോ. പിന്നീട് ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തെ വിളിപ്പിക്കുകയും വിക്രത്തെ അതിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയും വിക്രമും തമ്മിലുള്ള കുസൃതി നിറഞ്ഞ റൊമാൻസ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്